ആന്ധ്രാപ്രദേശിൽ 7 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചു. മാവോയിസ്റ്റ് കമാൻഡർ മദ്വി ഹിദ്മ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. മരേഡുമില്ലി വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, നടപടികൾ കടുപ്പിക്കുന്നു. മാദ്വി ഹിദ്മ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ മറ്റ് പ്രധാനികൾ ഉൾപ്പെടെ പിടിയിലാകുന്നു എന്ന വാർത്ത. ആ നടപടികൾ തുടരുകയാണല്ലേ? അനുജ, ഈ മേഖലയിൽ, അതായത് ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് ഉൾപ്പെടുന്ന വനമേഖലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സേന അറിയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചെ നടന്ന ഏറ്റുമുട്ടലിലാണ് 7 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നത്. അതിൽ കൊല്ലപ്പെട്ടവരിൽ 3 വനിതാ മാവോയിസ്റ്റുകളും ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രീകാകുളം സ്വദേശിയായ ശങ്കർ, ഇയാളുടെ യഥാർത്ഥ പേര് മേദുരി ജോഗറാവു എന്നാണ്. മാവോയിസ്റ്റുകൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായം, അവരുടെ റേഡിയോ ആശയവിനിമയ സംവിധാനം അടക്കമുള്ള സാങ്കേതിക സഹായം നൽകുന്ന വിദഗ്ധനാണ് ഇയാളടക്കം 7 പേരാണ് ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരിൽ ഈ ശങ്കറിനെ മാത്രമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. മറ്റ് 6 പേരെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് സുരക്ഷാ സേന അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, മറ്റ് 50 മാവോയിസ്റ്റുകളെ നിലവിൽ ഈ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരിൽ നിന്നും വലിയ തോതിലുള്ള ആയുധങ്ങളും പിടികൂടിയിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.